ഹലോ, ഞാനിന്ന് വന്നിട്ടുള്ളത് ചിക്കൻ ഹക്ക നൂഡിൽ റെസിപ്പി ആയിട്ടാണ്. ഈ റെസിപ്പി ഞാനൊരു 20 വർഷം മുമ്പ് ഒരു ചൈനീസ് ഷെഫിൻ്റെ അടുത്ത് നിന്ന് പഠിച്ച. എൻ്റെ കോളേജ് ടൈമിൽ എൻ്റെ വീട്ടിലൊരു ഷെഫ് വന്നിട്ടുണ്ടായിരുന്നു ഒരു ഇവൻറ്റിന് വേണ്ടി. അപ്പം പുള്ളിക്കാരൻ്റെ നിന്ന് പഠിച്ച റെസിപ്പിയാണ് ഇത്. നല്ല ഓത്തൻറ്റിക് റെസിപ്പിയാണ്. അധികം സോസ് ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പം ഇതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നൂഡിൽസ് ഏത് വെറൈറ്റി വേണമെങ്കിലും യൂസ് ചെയ്യാം. എഗ് നൂഡിൽസ് യൂസ് ചെയ്യാം, ഫ്ലാറ്റ് നൂഡിൽസ്, റാമൻ, അങ്ങനത്തെ ഏത് ടൈപ്പ് വേണമെങ്കിലും ഹക്ക നൂഡിൽസ് അവൈലബിൾ ആണ്, അതും യൂസ് ചെയ്യാം. അപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള ടൈമിനെ കാട്ടി ഒരു 2 മിനിറ്റ്സോ 1 മിനിറ്റോ കുറച്ച് വേണം വേവിച്ചെടുക്കാൻ. എന്നാലേ കറക്റ്റ് വേവിന്ന് വരുമ്പോൾ ശരിയാകത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചിക്കൻ സോൾട്ടും പെപ്പറും ഇട്ട് അല്പം വെള്ളം ഒഴിച്ച് കുക്കറിൽ വേവിക്കുക. അതേസമയം വെജിറ്റബിൾസ് എല്ലാം ഉപ്പ് വെള്ളവും വിനീഗറും ചേർത്ത് മുക്കി വയ്ക്കുക. അപ്പം നൂഡിൽസ് വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിത് തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കും. ഇതെന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ പശ പോകാനായിട്ടാണ്. അപ്പോൾ അത് മാറ്റി വയ്ക്കുക. പിന്നെ ഞാനിതിൽ ഗാർലിക്ക് ചോപ്പ് ചെയ്യാം, ഫൈനലി ചോപ്പർ. ഞാൻ എൻ്റെ ടപ്പർ വേറിൻ്റെ ചോപ്പർ യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളല്ലേ ഫൈനലി മിൻസ് ചെയ്തെടുക്കാം. ശരി, ബാക്കി വെജിറ്റബിൾസൊക്കെ ചോപ്പ് ചെയ്യാൻ തുടങ്ങുക. മെയിൻലി ഇതിനകത്ത് സ്പ്രിംഗ് ഓണിയൻ, സെലറി എന്നിവയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. സെലറി ഓപ്ഷണലാണ്, അവൈലബിൾ ആണെങ്കിൽ യൂസ് ചെയ്യാം. നല്ലൊരു ചൈനീസ് ഡിഷസിനെല്ലാം സെലറി യൂസ് ചെയ്യുന്നത് അത്രയും നല്ലതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ബീൻസ് ഫൈനലി സ്ലൈസ് ചെയ്തെടുക്കുക, സൈഡിലോട്ട് ചരിച്ചെടുക്കുക. പിന്നെ ക്യാരറ്റ് ഞാൻ ഈ പീലർ ഷ്രെഡർ എൻ്റെ കയ്യിലുണ്ട്, അത് യൂസ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഫൈനായിട്ട് ഷ്രെഡ് ചെയ്തെടുക്കുക. ചിക്കൻ ഒരു ഫോർക്ക് യൂസ് ചെയ്ത് ഷ്രെഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാ വെജിറ്റബിൾസും അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ കുക്ക് ചെയ്ത് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ശരി, ലാർജ് ഒരു കടായി അല്ലെങ്കിൽ ചൈനീസ് വോക്ക് എടുത്തിട്ട് എണ്ണ ഒഴിക്കുക. ഓക്കെ, ഞാൻ ക്യാബേജ് ആഡ് ചെയ്യാൻ മറന്നു. അപ്പോൾ ഞാൻ ക്യാബേജും വെച്ചിട്ടുണ്ട് അടുത്ത ഫോട്ടോയിൽ. ഓക്കെ, ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ഇനി ഞാൻ ഗാർലിക് മിൻസ് ചെയ്ത് ആ എണ്ണയിലിട്ട് നല്ലപോലെ വഴറ്റും. അപ്പം കരിയൊന്നും വേണ്ട, കുറച്ചൊന്ന് മൂത്താൽ മതി. സെലറി ആഡ് ചെയ്യും. സെലറി ഇട്ട് ഒരു 1-2 മിനിറ്റ് വഴറ്റുന്ന ഉടനെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ട് ആഡ് ചെയ്യണം. ഗ്രീൻ പാർട്ട് ഗാർണിഷിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ബീൻസ് ഇട്ടതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വെജിറ്റബിൾസിൻ്റെ കളർ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് ക്യാപ്സിക്കം, 2 ടൈപ്പ് ക്യാപ്സിക്കം യൂസ് ചെയ്യുന്നുണ്ട്, അത് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടെ ചിക്കൻ സ്റ്റോക്ക് ക്യൂബ് വേണമെങ്കിൽ ഇടുക, അല്ലെങ്കിൽ വെജിറ്റബിൾ സ്റ്റോക്ക് ക്യൂബ് യൂസ് ചെയ്യാം. ഇതൊരു നല്ല ഫ്ലേവർ. ഇതിനകത്ത് അജിനോമോട്ടോ ഇല്ലാത്ത സ്റ്റോക്ക് ക്യൂബ്സാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. വഴറ്റിയതിന് ശേഷം ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. അത് ഇച്ചിരി ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് ചിക്കി എടുക്കുക. പിന്നെ അതിന് ശേഷം ലാസ്റ്റ് ക്യാബേജും ക്യാരറ്റും ഇടുക. പിന്നെ വീണ്ടും അല്പം കൂടെ ഉപ്പും പെപ്പറും ആഡ് ചെയ്യുക, കാരണം ഇതിന് വേണ്ടി വെജിറ്റബിൾസിന് വേണ്ടി വരും. ഓക്കെ, ഇത് വഴറ്റി മാറ്റിയതിന് ശേഷം നടുക്കൊരു കുഴി എടുത്തിട്ട് അതിൽ ഓയിൽ, നമുക്കിവിടെ സെസമി ഓയിൽ യൂസ് ചെയ്യാം. പിന്നെ സാധാരണ നമ്മൾ വഴറ്റുന്ന ഓയിൽ തന്നെ യൂസ് ചെയ്യാം. സെസമി ഓയിൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തരും. വഴറ്റിയതിന് ശേഷം നമ്മൾ ഷ്രെഡഡ് ചിക്കൻ ഇടുക. പിന്നെ സ്പ്രിംഗ് ഓണിയൻ ഇട്ടുക, സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ട് ഇടുക. നല്ലപോലെ മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നൂഡിൽസ് ഉടഞ്ഞു പോരുത്. അത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ, അത് ഫുള്ളായിട്ട് ഇട്ടിയാൽ അത്രയും നല്ലത്. അപ്പം നല്ലപോലെ ഈവൻലി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇവിടെ സോൾട്ടും പെപ്പറും ചെക്ക് ചെയ്ത് നോക്കുക. ഫൈനലി ഞാൻ ഈ സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ട് വെച്ച് ഗാർണിഷ് ചെയ്തു. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ്. അജിനോമോട്ടോ ഒന്നും വേണ്ട. അപ്പോൾ ഞാൻ സെർവ് ചെയ്യുന്നത് ഹോം മെയ്ഡ് ചില്ലി ഗാർലിക് സോസാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, വാച്ച് ചെയ്യുക. താങ്ക് യു.